Hello my dear students, all of you welcome to this video. In this video we are discussing one of the applications of marginal costing, that is about make or buy decision. So marginal costing helps to determine whether a particular product or a component should be produced in the factory or bought from outside. And while deciding to make or buy, the variable cost of manufacturing it should be compared with the price at which it is available in the market. Very simply, നിങ്ങളൊരു പ്രോഡക്റ്റ്, ഒരു കമ്പോണൻറ്റ് നിങ്ങളുടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യണോ അതല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണോ, ഇതാണ് നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് മാനുഫാക്ചർ ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ്, ഐ അണ്ടർലൈൻ ദാറ്റ് വേരിയബിൾ കോസ്റ്റ്, നോട്ട് ദ ടോട്ടൽ കോസ്റ്റ്, ദ വേരിയബിൾ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ദാറ്റ് കമ്പോണൻറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദി പർച്ചേസ് പ്രൈസ്. മാർക്കറ്റിൽ അത് എത്ര രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ പർച്ചേസ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു പ്രൊഡ്യൂസ് ഇഫ് ദ വേരിയബിൾ കോസ്റ്റ് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് പർച്ചേസ് പ്രൈസ്. It will be better to buy the component if the purchase price is less than the variable cost of producing it. അപ്പോൾ വേരിയബിൾ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും കമ്പയർ ചെയ്ത് വേരിയബിൾ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു മാനുഫാക്ചർ ദ കമ്പോണൻറ്റ് ഇൻ ദ ഫാക്ടറി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിസിഷൻ, make or buy decision. So here you are having a question. A manufacturing company finds that while the cost of making a component number 0.51 in its own workshop is rupees 8 each, the same is available in the market at rupees 6.5 with an assurance of continuous supply. Give your suggestion whether to make or buy this component. Give also your views in case the supplier reduces the price from 6.5 rupees to 5.5 rupees. The cost details are given. Material cost 3, labor 2, other variable expenses 1 rupees, depreciation and other fixed expenses 2 rupees. So that the total cost is rupees 8. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് പർച്ചേസ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, ദാറ്റ് ഷുഡ് ബി കമ്പയർഡ്. ഇപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 3 + 2 + 1 6 rupees. That 6 rupee is compared with the market price. The supplier is ready to give you at rupees 6.5 rupees. So the variable cost 6 rupees is less than the purchase price. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ബെറ്റർ ടു മാനുഫാക്ചർ ദാറ്റ് കമ്പോണൻറ്റ് ഇൻ അവർ ഫാക്ടറി ഇറ്റ് സെൽഫ് പ്രൊവൈഡഡ് ദ സപ്ലയർ ഈസ് അഷ്വറിങ് യു കണ്ടിന്യൂസ് സപ്ലൈ. ദാറ്റ് യു ഹാവ് ടു എൻഷുർ. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് കുറവാണെങ്കിൽ യു ഹാവ് ടു മേക്ക് ദാറ്റ് ഐറ്റം ഇൻ യുവർ ഫാക്ടറി ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ നിങ്ങളുടെ വേരിയബിൾ കോസ്റ്റ് കൂടുതലാണ് മാർക്കറ്റ് പ്രൈസിനേക്കാളും എങ്കിൽ ബെറ്റർ ടു പർച്ചേസ് ദാറ്റ് കമ്പോണൻറ്റ് ഫ്രം ദി മാർക്കറ്റ്. അങ്ങനെ ഡിസൈഡ് ചെയ്യുമ്പോൾ യു ഹാവ് ടു എൻഷുർ ദാറ്റ് ദ സപ്ലയർ വിൽ പ്രൊവൈഡ് യു ദാറ്റ് കമ്പോണൻറ്റ് റെഗുലർലി. കണ്ടിന്യൂസ് സപ്ലൈ ഈസ് എൻഷുർഡ്, ടു ബി എൻഷുർഡ്, റൈറ്റ്? അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അത് അഫക്റ്റ് ചെയ്യും. സോ യു ഹാവ് ടു എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. അപ്പോൾ ഇവിടെ 6.5 ആണ് പർച്ചേസ് പ്രൈസ്, 6 rupees വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാക്ടറിയിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി ഇഫ് ദ പർച്ചേസ് പ്രൈസ് ഈസ് റിഡ്യൂസ്ഡ് ഫ്രം 6.5 to 5.5 എന്ന് വെച്ചാൽ 5.5 ഈസ് ദ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ദ manufacturing cost, variable cost, total cost alla, variable cost is 6 rupees. That is available, the same thing is available in the market for rupees 5.5. Then it is better to purchase the product component from the market. So while making the product you have to calculate the variable cost, that variable cost to be compared with the purchase price for making a decision, make or buy decision അങ്ങനെയാണ് എടുക്കേണ്ടത്. So here is the solution. Okay, it is advisable to make the component itself if the marginal cost of making the component is lower than the purchase price. And the reason, because every component produced will give some contribution to the company, but in case of marginal cost is higher than the purchase price, then it is better to go for purchase of the component from outside than to make it. In our example, in our question,
6.5 റുപ്പീസാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 6 റുപ്പീസാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു make that item in our factory. Not advisable to buy the component if selling the purchase price, if the seller is ready to reduce to rupees 5.5, then it is better to purchase from the market, right? So that's all about make or buy decision. So simple, so easy to understand. Also only thing is marginal cost or variable cost to be compared with the purchase price. Hope it is clear to you. Okay.